ജീവിതം ആമിനാത്ത, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ബാംഗ്ലൂർക്ക് വരണ്ടില്ലേനുല്ലേ? ഞാനിപ്പോ ഇത് മനസ്സിലാലോചിച്ചിട്ടേ ഉള്ളൂ. ആമിനാത്ത, ഹൈറു എവിടെ? പറയും പോലെ ഓളെ എവിടെ? ഹൈറു? ആ ആമിനാത്ത, ഞാനിവിടെ ഉണ്ട്. എവിടെ? ദേ ഇവിടെ തന്നെ ഉണ്ട് ആമിനാത്ത. ഇജ്ജ് എവിടെ പോയേനു ഹൈറു? വെറുതെ മനുഷ്യനെ പിരാന്താക്കാന്. ഞാന് മഴ കുറഞ്ഞത് നോക്കാൻ പോയതാ. ആയിച്ചുട്ടിയെ, എന്താ ബാക്കി കഥ പറ. ആയിച്ചുട്ടി, ഇജ്ജൊന്ന് വേഗം കഥ പറ, മറ്റൊരിപ്പ വരും. ആയിച്ചുട്ടിയെ, എന്നെ കൊന്നാ സാറിപ്പോ ജയിലിലേക്കൂലേ? ഏയ് അല്ല. പിന്നെ അയാളിപ്പോ സുഖായിട്ട് ഭാര്യയും കുട്ടികളായിട്ട് ജീവിക്കണോ? എന്ത്? അതെന്താ ആയിച്ചുട്ടി അങ്ങനെ? അയാളാരും കണ്ടുപിടിച്ചില്ല? ഇല്ല, ആർക്കും അറിയില്ല അയാളാണ് എന്നെ കൊന്നതെന്ന്. ഓ, വല്ലാത്തൊരു കഥയായി പോയില്ലേ ഇത്. ബാക്കി പറ ആയിച്ചുട്ടി, എന്നിട്ട് എന്താ സംഭവിച്ചേ? അശ്വതി, എന്താ ജെയിംസ്? ഞാൻ വീട്ടിലേക്ക് പോട്ടെ. എന്നാൽ നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ജെയിംസ്? അത് പിന്നെ ജെയിംസ്, എനിക്ക് ഇവിടെ ഒട്ടും ഇഷ്ടമില്ല ജെയിംസ്. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അശ്വതിനെ കൂട്ടാൻ വരും. 2 ദിവസം? 2 ദിവസമൊന്നും എനിക്ക് എന്റെ മോളെ കാണാൻ നിൽക്കാൻ പറ്റില്ല. അശ്വതി, ഞാൻ പറയുന്ന അശ്വതി കേക്കില്ലേ? 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ മോളെ കൂട്ടി വരും. പക്ഷെ എന്തിനാ ജെയിംസ് എന്നെ ഇവിടെ നിർത്തുന്നേ? അത് പിന്നെ ഞാനും മോളും ഒരു ട്രിപ്പ് പോവുക. എങ്ങോട്ട്? ഈശ്വര, ഞാൻ എന്ത് കള്ള ഇവളോട് പറയണ്ടേ? എന്നെ കൂട്ടാനാണോ ജെയിംസ് നിങ്ങൾ പോണത്? അത് പിന്നെ അശ്വതിക്ക് പോവാൻ പറ്റാത്ത സ്ഥലാ. അതേത് സ്ഥലാ ജെയിംസ്? ഇവിടെ ഭയങ്കര തണുപ്പാ, അശ്വതിക്ക് വയ്യാതാവും. അപ്പൊ നമ്മുടെ മോക്കോ? മോക്ക് തണുപ്പൊന്നും പ്രശ്നമില്ല. ജെയിംസ്, നീ എന്തൊക്കെയാ പറയുന്നേ? അശ്വതി, ഞാൻ പോയിട്ട് വരാം എന്നാല്. ജെയിംസ്, പോവല്ലേ ജെയിംസ്. ജെയിംസ്, അശ്വതി ഇവിടെ ഒറ്റയ്ക്കാക്കി പോവല്ലേ ജെയിംസ്. എനിക്ക് വയ്യ എന്റെ ഈശ്വര. ജെയിംസ്, നമ്മുടെ മോള് തനിച്ചാണ് അവിടെ. ജെയിംസ്, എന്നെ കൂട്ടിട്ട് പോ ജെയിംസ്. ഈശ്വര. ജെയിംസ്, എനിക്ക് എന്റെ മോളെ കാണണം ജെയിംസ്. എന്നെ ഇവിടെ അയച്ചു വിടാൻ പറ ജെയിംസ്. അയ്യോ, ജെയിംസ് പോയി. ജെയിംസ്, എനിക്കിവിടെ പേടിയാവണോ ജെയിംസ്? എന്നെ ഇവിടെ എന്തിനാ ജെയിംസ് ചങ്ങല കിട്ടേക്കുന്നേ? ജെയിംസ് എന്നോട് കള്ളം പറഞ്ഞതല്ലേ? എല്ലാം കള്ളം പറഞ്ഞതല്ലേ? എനിക്ക് എന്റെ മോളെ കാണണം ജെയിംസ്. ജെയിംസ്, അയച്ചു വിടാൻ പറ ജെയിംസ്. വല്ലാത്തൊരു കഥയായി പോയില്ലേ ഇത്? അല്ലാ, എന്നിട്ട് എന്റെ അമ്മ 5 വർഷമായിട്ട് ഇപ്പോഴും ആ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെയാ. അല്ലാ, പഠിച്ചോനെ. അയച്ചിട്ടിയേ, അപ്പൊ എന്റെ വളർത്തച്ഛന്റെ അവസ്ഥ? അച്ഛൻ എവിടെയാന്നൊന്നും എനിക്കറിയില്ല. കേൾക്കുമ്പോ ഒത്തിരി വിഷമം തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് നിങ്ങളെ സഹായം വേണം. നമ്മളെ സഹായം? എന്ത് സഹായം? എന്നെ ഒരുപാട് സ്നേഹിച്ചൊരു അമ്മയുണ്ട്. എന്നെ മോളെ പോലെ കണ്ടൊരു അമ്മയുണ്ട്. ആ അമ്മയാണ് ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ കഴിയുന്നത്. പാവം. ആ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങൾ എങ്ങനെ സഹായിക്കണം എന്ന് പറയണേ? അത് എന്റെ കിങ് സിസ്റ്റർ ഇല്ലേ, ആയിഷ, ഓളെ എന്റെ അമ്മന്റെ അടുത്തേക്ക് വിടണം. എന്നിട്ട് നിങ്ങള് പേടിക്കൊന്നും വേണ്ട. ആയിഷുട്ടി, എന്താ പറയാൻ പോണേ? എന്റെ അമ്മയ്ക്ക് പ്രാന്തായത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാലോ. അറിയാം. ഇജ്ജ് മരിച്ചതിന് ശേഷല്ലേ എന്റെ അമ്മക്ക് പ്രാന്തായത്? അതെ. അപ്പൊ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആയിഷയുടെ ദേഹത്തേക്ക് ഞാൻ കയറും. എന്നിട്ട് ഞാൻ എന്റെ വളർത്തമ്മയെ പോയി കാണും. ആയിഷ? അതെ, നിങ്ങൾ എല്ലാരും എന്റെ കൂടെ വേണം. നമ്മളെല്ലാരും എന്റെ കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഈ ലോകത്ത് നിന്ന് പറിച്ചു കൊണ്ടുപോയൊരു വൃത്തികെട്ടവനുണ്ട്. എന്നെ കൊന്ന സാറല്ലേ? അതെ, എന്നെ കൊന്നിട്ടും അവൻ സുഖസുന്ദരായിട്ട് ജീവിക്കുന്നു. അവനെ നമ്മൾ വെറുതെ വിടൂല ആയിഷ. ഞാനും വെറുതെ വിടില്ല അവനെ. ഇത് അനുഭവിച്ചതിനെക്കാട്ടി 10 ഇരട്ടി അവൻ അനുഭവിക്കണം. വേണം. അല്ലടാ കുൽസു, കദീസ്താത്ത, ഓളെ യഥാർത്ഥ മോനെ. അല്ലടാ, ഓളെ കണ്ടില്ലേ ഇവര്? മോളെ അയച്ചിട്ടി. ഉമ്മ, മോളെ, ഉമ്മയുടെ പൊന്നെ. പഠിച്ചോനെ, ഇവരെല്ലാ കഥകളും കേട്ടോ? അവരത് ഞങ്ങൾ എല്ലാ കഥകളും കേട്ടു. എന്റെ പൊന്നുമോളെ കൊന്ന
മരിച്ചെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇന്നും എന്നും ഞാൻ മോളെ പറ്റി ആലോചിക്കാറുണ്ട്. ഉമ്മ, മോള് കരയണ്ട കേട്ടോ. മോളെ വളർത്തമ്മേ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പെറ്റമ്മയുടെ സ്നേഹം ജീവിച്ചിരിക്കുമ്പോ എനിക്ക് കിട്ടിയില്ലമ്മ. എന്നെ ഒത്തിരി സ്നേഹിച്ച ഒരാളുണ്ട്. അതാണ് എന്റെ വളർത്തമ്മ. പേര് അശ്വതി. അവരിപ്പോ മെന്റൽ ഹോസ്പിറ്റലിലാവുമ്മ. ഉമ്മ എല്ലാ കഥയും കേട്ട് മുത്തേ. ഉമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മ എന്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കൊണ്ടുവരാം. ആയിഷ, ജീവിച്ചിരിക്കുമ്പോ എന്റെ ഈ സഹോദരിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനും കണ്ടിട്ടില്ല. നമുക്ക് ഒപ്പനെ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചാൻ തന്നില്ല. എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ ഇതിനെ സഹായിക്കോ? എന്ത് സഹായം എനിക്ക് വേണ്ടത് പറഞ്ഞിക്കോ. എന്റെ വളർത്തമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഈ ലോകത്തേക്ക് വരണം. പ്രേതത്തിനെ ഒക്കെ കാണാൻ പറ്റോ? ഇല്ല അമിനാത്ത, ഇന്നൊരിക്കലും എന്റെ അമ്മക്ക് കാണാൻ പറ്റൂല. അപ്പൊ എന്റെ അതേ മുഖല്ലേ എന്റെ ടിങ് സിസ്റ്ററായ ആയിഷയ്ക്ക്? അതെ. അപ്പൊ ഞാന് ഇവളുടെ ദേഹത്തേക്ക് കേറാൻ പോവാ. ഉമ്മ, ഞാൻ കേറിക്കോട്ടെ? ഉമ്മയുടെ പൊന്നുമോള് കേറിക്കോ. എത്ര ദിവസമായി ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. എന്റെ മോൾ ആയിഷ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? മോളെ, അമ്മയെ തനിച്ചാക്കി അച്ഛൻ പോയി. എനിക്ക് കാല് വേദനിക്കുന്നു. എനിക്ക് ഇവിടുന്ന് പോണം. അശ്വതി, ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട് അശ്വതി? എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ. എനിക്ക് ഇവിടുന്ന് പോകണം. പോവാലോ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അശ്വതിക്ക് ഇവിടുന്ന് പോവാട്ടോ. ഡോക്ടർ, എന്റെ മോള് തനിച്ച വീട്ടില്. പാവം, 5 വർഷമായിട്ടും ഇയാൾക്ക് ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ എന്റെ ഭർത്താവ് കുറേ ദിവസമായി ടൂറിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഡോക്ടർ. അശ്വതി, ഞാന് മോളോട് ഒരു കാര്യം പറയട്ടെ? എന്താ ഡോക്ടർ? 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ? എത്ര ദിവസമായി ഇങ്ങനെ തന്നെ പറയുന്നു? 2 ദിവസം എന്റെ മോള് എത്ര ദിവസമായി എന്നെ കാണാതെ കിടക്കുന്നറിയോ? 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോവാം അശ്വതി. ഡോക്ടർ എന്നെ ചുമ്മാ പറ്റിക്കുക. ഏയ് അല്ല അശ്വതി, നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോവാം. മോളിപ്പോ സമാധാനത്തിൽ ഇവിടെ നിക്കട്ടോ. ഡോക്ടർ, ഞാനൊരു കാര്യം പറഞ്ഞ ഡോക്ടർ കേക്കോ? എന്താ? എനിക്ക് എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നു ഡോക്ടർ. എങ്ങനെയെങ്കിലും ദൂരെ തരാമോ? പ്ലീസ് ഡോക്ടർ, എന്റെ കാലെനിക്ക് വല്ലാതെ വേദനിക്കുന്നു ഡോക്ടർ. എങ്ങനെയെങ്കിലും ദൂരെ തരാമോ? നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.